എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവൻ. ഉയിർപ്പ് കണ്ട് ചത്തുമരവിച്ചിരിക്കുന്നവരോടാണ്. അയാളുടെ ജീവിതം തുടങ്ങുന്നത് പോലും തോൽവിയിൽ നിന്നാണ്. അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് അയാൾ. ഒടുക്കത്തെ കളിയും കൂടെ അയാൾ വിജയിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അത് ബ്രഹ്മനും തടുക്കാനാകുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, 1000 പേര് പരിഹസിച്ച് അവസാനിക്കുന്നിടത്ത് അയാൾ വീണ്ടും വീണ്ടും അവതരിച്ചു കൊണ്ടേയിരിക്കും. വർഷങ്ങളായി അതങ്ങനെയാണല്ലോ. യൂറോപ്പിൻ്റെ തണുപ്പിലും വിയർപ്പിലും കുതിർന്ന കുപ്പായത്തിൽ പലതവണ നമ്മൾ ആ മഹാമേരുവിനെ കണ്ടതുമാണ്. കാലുറയ്ക്കാത്ത കാലം തൊട്ട് അയാൾ അങ്ങനെ തലച്ചോറിൽ കലങ്ങി മറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിഹസിച്ചവരെ കാലപുരിയിലേക്ക് അയക്കുവാൻ യമനായിട്ടും കലിയായിട്ടും അയാൾ അവതരിക്കും. ദർശിക്കുക, റൊണാൾഡോ എന്ന മഹാമേരു അവതരിച്ചു കഴിഞ്ഞു. കാർലോ പറയുന്നുണ്ട്, ഗോളടിക്കാതെ മടങ്ങിയ, പരിഹാസനം ഏറ്റുവാങ്ങിയ, വിമർശന പരവതാനിയിൽ നടക്കേണ്ടി വന്ന റോണോയാണ് ഏറ്റവും അപകടകാരിയായ റൊണാൾഡോ എന്ന്. അതെ, നിങ്ങളുടെ വിമർശനമായ അട്ടത്തെ നിഗ്രഹിക്കുവാൻ ഉമ്മറപ്പടിയിലിട്ട് നെഞ്ചുകീറി കുടൽമാല പുറത്തിടാൻ നരസിംഹാവതാരവുമായി അയാൾ വരുമെന്ന് സാരം. 6-ാം മിനിറ്റിൽ തുടങ്ങുന്നത് അതിൻ്റെ മുന്നറിയിപ്പാണ്. 39-ാം മിനിറ്റിൽ സർവ്വതും തീർക്കാൻ താൻ തയ്യാറായെന്ന കട്ടായമാണ്. പ്രായം 41-ലേക്ക് എത്തി. പലർക്കും അസൂയയും പരാതികളുമുണ്ട്. പക്ഷേ ഈ പ്രായത്തിലും അയാൾക്ക് അത്ഭുതങ്ങൾ തീർക്കാൻ സാധിക്കുന്നു. എന്നിട്ടും വിമർശനങ്ങൾ, പരിഹാസനങ്ങൾ. കാരണം ഒന്ന് മാത്രം. അയാളുടെ നല്ല കാലങ്ങളിൽ ഇന്ന് വിമർശിക്കുന്നവരുടെ ആരാധക പുരുഷന്മാരെ അയാൾ പലതവണ നാണം കെടുത്തിയിട്ടുണ്ട്. ഇഷ്ട ക്ലബ്ബുകളെ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇന്നും അയാളുടെ പേര് അവരുടെ ഉറക്കം കളയുന്നുണ്ട്. പല പരിശീലകരുടെയും തലച്ചോറിനെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെ, ഓൾഡ് ട്രാഫോർഡും ബെർണാബ്യൂവും ടൂറിനും യൂറോപ്പുമെല്ലാം അതിൻ്റെ നേർക്കാഴ്ചക്കാരാണല്ലോ. ഇന്ന് ഈ പ്രായത്തിൽ ഇനി അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരോട്, ഇന്ന് അയാൾ ഒറ്റയ്ക്കല്ലല്ലോ, മികച്ചൊരു ടീം അയാൾക്കൊപ്പമുണ്ട്. അതിൻ്റെ വിജയമാണ് നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ നായകന്മാർക്ക് കഴിയാത്ത ആകാശത്തിലൊരു മലക്കം മറിയൽ, അന്തരീക്ഷത്തിൽ പറന്നൊരു ഹെഡർ, ഒരു ലോങ് റേഞ്ചർ, അങ്ങനെ ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്നതുള്ളൂ നിങ്ങളുടെ അഹങ്കാരമല്ല. അതിനാ പഴയ ചെകുത്താനാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പിൽ അയാൾ നിങ്ങൾക്ക് മുന്നിൽ ഇത്തരം പല കാഴ്ചകളും ഒരുക്കി വയ്ക്കും. ഇനി കാണാൻ പോകുന്നതും അത്തരം ബ്രഹ്മാണ്ഡ നിമിഷങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളെപ്പോഴും വിമർശിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ മറുപടി ഇതിനേക്കാൾ കഠിനം തന്നെയായിരിക്കും. ഇനിയും പ്രായത്തെ ചോദ്യം ചെയ്യുന്നവരോട്, നിങ്ങൾ ആരെയാണ് ഈ സംശയിക്കുന്നത്? വാഗുണ്ട് മാത്രം വയസ്സ് വെറും മക്കമാണെന്ന് പറയുന്നവരോടോ? അല്ല, പ്രായത്തെ അതിജീവിച്ച് പരകായ പ്രവേശം നടത്തി ഐതിഹാസിക ജന്മമായി നിൽക്കുന്നവരോടാണ്. ഇപ്പോൾ പ്രായം 41. എന്നാൽ 50-ാം വയസ്സിൽ യൂറോ കപ്പോ ചാമ്പ്യൻസ് ലീഗോ എന്തിന് വേൾഡ് കപ്പോ നേടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അയാളുടെ മറുപടി അതേ എന്നായിരിക്കും. അതാണ് അയാളുടെ മെൻറ്റാലിറ്റി, കോൺഫിഡൻസ്. അതാണ് അയാൾ ഈ ലോകത്തിന് ഏറ്റവും കൂടുതലായി പകർന്നു നൽകിയ സന്ദേശവും. ഒരു കിരീടത്തിന് പിൻബലമില്ലാതെയാണ് അയാൾ ഇക്കാലം അത്രയും ഈ ലോകത്തിൻ്റെ പൾസിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എഴുതി തള്ളേണ്ടതില്ല. ശത്രുക്കളും അസൂയക്കാരും വിമർശകരും ഒരുമിച്ച് നിന്നിട്ട് പോലും അയാളുടെ 30-ാം വയസ്സിലുണ്ടാക്കിയ ഓറയെ മറികടക്കാൻ പോലും ഒരുത്തനെയും ഈ ലോകത്ത് ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ 23 വർഷത്തിൽ അയാൾക്ക് പകരക്കാരൻ പോലും ജനിച്ചിട്ടുമില്ല. അയാൾ തീർത്തുവെച്ച അനശ്വരതയൊന്ന് തൊടാൻ പോലും ആർക്കും ഇന്നോളവും സാധിച്ചിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ദൈവത്തിന് മാത്രമായിരിക്കും. പോർച്ചുഗൽ വിജയിക്കുകയാണ്. ഇപ്പോഴും അവരുടെ ആത്മാവ് റൊണാൾഡോ തന്നെയാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അയാളെ തീർക്കണം. എന്നാൽ അയാൾ സ്വയം അവസാനിച്ചുവെന്ന് കട്ടായം പറയും വരെ അതിൻ്റെ ആയുസ് നീണ്ടുകൊണ്ടേയിരിക്കും. ഇന്നോളം പറഞ്ഞ വഴികളാലും എല്ലാ കാലവും മീഡിയകളും അയാളെ തളർത്താൻ കെട്ടിച്ചമയ്ക്കുന്ന വിവാദങ്ങളും അവർ എഴുതി തള്ളുന്നുണ്ട്. അതെ, പോർച്ചുഗലിന് വിലയിടേണ്ട. അവർക്ക് മുകളിൽ റൊണാൾഡോ എന്ന മനുഷ്യായുസ് ജീവിക്കും കാലം വരെ. Down the right, Ronaldo through the middle. It's Cristiano Ronaldo for Portugal. It's